ഹായ്, ഞാൻ ഗുരു യോഗി മോഹൻ. മുക്തിമാർഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലോകത്തിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുകയാണ്. മാറാരോഗങ്ങൾ കൊണ്ടും പലവിധ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന കോടാനുകോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സാങ്കേതിക വിദ്യ ആദ്യമായി അവതരിപ്പിക്കുകയാണ് പൊതുജനങ്ങൾക്കായി. കഴിഞ്ഞ 15 വർഷമായി ഞാനിത് ചെയ്യുന്നത് സ്വകാര്യമായിട്ടായിരുന്നു. അനേകം ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായി കണ്ടെത്തിയ ആ കൃത്യത ലോകത്തിനു വേണ്ടി അവതരിപ്പിക്കുകയാണ്. എന്താണെന്നല്ലേ, മനുഷ്യൻ നേരിടുന്നത് 10,000-ലധികം മാറാരോഗങ്ങളാണ്. മസ്തിഷ്ക രോഗങ്ങൾ, മസ്തിഷ്കാഘാതം, ക്യാൻസറുകൾ തുടങ്ങി മനുഷ്യ ശരീരത്തിന് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത റെയർ ഡിസീസ് എന്ന കാറ്റഗറിയിൽപ്പെട്ട 10,000-ൽ കൂടുതൽ രോഗങ്ങളുണ്ടെന്ന് അമേരിക്കയിലെ ഒരു സംഘടനയായ റെയർ ഡിസീസ് റിസർച്ച് ഓർഗനൈസേഷൻ അവകാശപ്പെടുന്നു. എൻ്റെ നിരീക്ഷണത്തിലും ഏകദേശം അത് ശരിയാണ്. അപ്പം ഈ റെയർ ഡിസീസുകൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള, ബ്രെയിൻ സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിനുള്ള സാങ്കേതികമായ പ്രക്രിയ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്താം. എന്താണ് ഈ പ്രൊജക്റ്റ് എന്നല്ലേ? ആദ്യമായി മനുഷ്യ ശരീരത്തിൽ മാറാരോഗങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ജനനം മുതൽ മരണം വരെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു അവയവമേ ഉള്ളൂ മനുഷ്യ ശരീരത്തിൽ. അത് മനുഷ്യ മസ്തിഷ്കമാണ്, അഥവാ ബ്രെയിനാണ്. ഈ ബ്രെയിൻ വളരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ന്യൂറോൺസിന്റെ പ്രവർത്തന ഫലമായി നമ്മൾ എന്തറിയുന്നു, എന്ത് കേൾക്കുന്നു, എന്തനുഭവിക്കുന്നു എന്നതിനെ ന്യൂറോൺസ് ഉൾക്കൊണ്ടുകൊണ്ട് ആ ആശയം ബ്രെയിനിന് കൊടുക്കുകയും ബ്രെയിൻ അതനുസരിച്ച് ശരീരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും എല്ലാം തന്നെ വിവിധങ്ങളായ ആശയങ്ങളും മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം എന്നിവയൊക്കെ ഉണ്ടാകുന്നത്. ബ്രെയിനിന്റെ പ്രവർത്തനം എപ്പോൾ നഷ്ടപ്പെടുന്നു, അഥവാ ന്യൂറോൺ എപ്പോൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയാതെയാകുന്നു, അപ്പോൾ മനുഷ്യന് മരണം സംഭവിക്കുന്നു. അതിനു മുൻപ് തലച്ചോറിലുണ്ടാവുന്ന പല കാരണങ്ങൾ കൊണ്ട് ഈ ന്യൂറോണിന്റെ സ്വീകാര്യത തലച്ചോറിന് പരിമിതപ്പെടുന്നു. ഈ പരിമിതപ്പെടുന്ന അവസ്ഥയിൽ ന്യൂറോൺ സ്വീകരിക്കാൻ കഴിയില്ല. ഈ പരിമിതപ്പെടാനുള്ള കാരണം നീർവീഴ്ച, രക്തം കട്ടപിടിക്കൽ, രക്തക്കൊഴലുകൾ ബ്ലോക്ക് ആവുക, ജ്വരം ബാധിച്ചോ പനി ബാധിച്ചോ അണുബാധ ഉണ്ടാവുക തുടങ്ങി അനേകം കാരണങ്ങൾ കൊണ്ട് ന്യൂറോണുകളെ സ്വീകരിക്കാൻ കഴിയാതെ വരും. ഇങ്ങനെ ന്യൂറോണുകളെ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആദ്യം ശരീരം പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും വൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യം ഉൾപ്പെടെ, ലേണിംഗ് ഡിസബിലിറ്റി ഉൾപ്പെടെയുള്ള വൈകല്യങ്ങൾ. ക്രമേണ ശരീരത്തിൽ അത് ബ്രെയിൻ സ്ട്രോക്ക് ആകാം, ക്യാൻസറുകളാകാം, മാനസിക പ്രശ്നങ്ങളാവാം, ഡിപ്രഷനാവാം, ഉറക്കമില്ലായ്മയാവാം, അൾസിമേഴ്സ് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരപ്പെടുന്നു. അങ്ങനെ ഈ ന്യൂറോണുകൾ പ്രവർത്തന സജ്ജമല്ലാത്ത അവസ്ഥയിൽ ബ്രെയിൻ ഡെത്ത് അഥവാ മരണം സംഭവിക്കുന്നു. ഇതാണ് ഏകദേശം ഒരു രൂപം. നമുക്ക് റെയർ ഡിസീസ് അഥവാ ഡിസബിലിറ്റീസ് ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഈ രംഗത്താണ് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. എന്താണ് ഇത്തരം കാരണം, ഇത്തരം മാറാരോഗങ്ങൾക്ക് കാരണം, ഔഷധങ്ങൾ എന്തുകൊണ്ട് ശരീരത്തിൽ ഫലിക്കുന്നില്ല എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ നിർമ്മിക്കുന്നത് ഒരു ഫാക്ടറിയിലല്ല. മനുഷ്യൻ പ്രകൃതിജന്യമായി തന്നെ ജന്മം കൊണ്ട് വളർന്ന് പരിണാമം സിദ്ധിക്കുന്ന ഒരു ജീവിയാണ്. മനുഷ്യന്റെ ആയുർദൈർഘ്യം മറ്റ് ജീവികളെ അപേക്ഷിച്ച് കൂടുതലായതുകൊണ്ടും ന്യൂറോണുകളെ പല രീതിയിൽ തലയിലേക്ക് ആവാഹിച്ച് തലച്ചോറിനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സവിശേഷത മനുഷ്യ ശരീരത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടും മനുഷ്യന്റെ ആയുസ് കൂടുതലാണ്. ഞാൻ ഇന്ന് ഈ അവതരിപ്പിക്കുന്ന പ്രോജക്റ്റ് മുക്തിമാർഗം എന്ന് പറയുന്ന ഈ ചാനൽ കൂടിയാണ് അവതരിപ്പിക്കുന്നത്. ഇത് ഇന്റർനെറ്റ് കൂടി സപ്ലൈ ചെയ്ത് ഏതൊരു വ്യക്തിക്കും ഈ ലോകത്തിന്റെ 360 ഡിഗ്രിയിലുള്ള ഏത് പ്രദേശത്തും ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. ഒരു TV സിഗ്നൽ പോലെ. നമുക്കറിയാം, റേഡിയോ നമുക്കുണ്ടായിട്ടുണ്ട്, TV സിഗ്നൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻസിനെ കുറിച്ച് അറിയാം, ഇന്റർനെറ്റ്. അപ്പം ഇതൊന്നും നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളല്ല. അതായത് നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ചുറ്റും നമ്മളോടൊപ്പം തന്നെ 2 രീതിയിലുള്ള നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും തൊടാനും കഴിയാത്ത വസ്തുക്കളുണ്ട്. ഇപ്പം നമുക്ക്
മോഡേൺ ഫിസിക്സിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് കളർ സ്കെയിലിൽ ഇൻഫ്രാറെഡ് മുതൽ അൾട്രാവയലറ്റ് വരെയുള്ള ആ സ്കെയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇൻഫ്രാറെഡിന് മുകളിലും അൾട്രാവയലറ്റിന് താഴെയും ഉള്ള കാര്യങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തൊരു വിചിത്രമായ ഒരു കളർഫുൾ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുമായിരുന്നു. കാര്യം നമുക്ക് ചുറ്റും നിറങ്ങളാണ്, നമുക്ക് ചുറ്റും കോടാനുകോടി വർണ്ണങ്ങളാണ്. അതിനൊന്നും 1, 2, 3 നക്ക വിട്ട് എണ്ണി തീർക്കാവുന്നതല്ല. അങ്ങനെ പല വിധത്തിലുള്ള വർണ്ണങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട്, പല വിധത്തിലുള്ള ഗന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. വായു നമ്മൾ ശ്വസിക്കുന്ന ഒരു പദാർത്ഥമാണ് മാറ്റർ. ഈ വായുവിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വായു കൊണ്ട് നമുക്ക് ഗന്ധങ്ങൾ അറിയാം. പലവിധ ഓരോ ഗന്ധങ്ങളും അത് അനുകൂലമായ ഗന്ധമായും പ്രതികൂലമായ ഗന്ധമായാലും അതിൻ്റെ ശ്വസനത്തിൽ കൂടി നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഏത് ഗന്ധമാണ് വരുന്നത്. അതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ഈ സ്നിഫിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് നായ്ക്കുള്ള പോലെ മണത്തറിയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല. എന്നാലും നമ്മുടെ മൂക്കിനകത്തൂടെ ഓൾഫാക്ടറി സെഗ്മെന്റിൽ ഈ പറയുന്ന വായു എത്തപ്പെടുമ്പോൾ ആ വായുവിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുന്ന ചില ഗന്ധങ്ങൾ നമുക്ക് സ്ഥിരപരിചയമുള്ള ചില പ്രദേശങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പ്രക്രിയയുമായിട്ടും താരതമ്യം വരുന്നത് കൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ വായുവിൽ എത്രയോ ദശലക്ഷക്കണക്കിനുള്ള ഗന്ധങ്ങളുണ്ട്. അതെല്ലാം ഓരോ പദാർത്ഥങ്ങളുടെ സങ്കലനമാണ്. അത് നമുക്കറിയില്ല ഏതൊക്കെ പദാർത്ഥങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയില്ല എത്ര ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു. സർവജന്യമായ ഭൂമിയിലെയും അന്തരീക്ഷത്തിലെയും ശബ്ദങ്ങൾ, അന്തരീക്ഷത്തിൽ വായു ഇല്ലാത്തടത്ത് ശബ്ദം പോവില്ല എന്നാണ് പ്രമാണം. എന്നാൽ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നാസ ചൊവ്വയുടെ സൗണ്ട്, വോയിസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ ഭൂമിയുടെ സൗണ്ട്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മളൊരു നിരന്തരമായ ഒരു ശബ്ദത്തിലാണ് ജീവിക്കുന്നത്. അതായത് ഭൂമിയുടെ 60 മൈൽ ചുറ്റളവിൽ, ഭൂമിക്ക് പുറത്ത് 60 മൈൽ ചുറ്റളവിൽ ഭൂമിയെ ചുറ്റി ഒരു ശബ്ദം സഞ്ചരിക്കുന്നുണ്ട്. 1959 ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഷൂമൻ ഓട്ടോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ തിയറിയെ ഷൂമൻ റെസോണൻസ് എന്നറിയപ്പെടുക. ഇത് ശബ്ദത്തെക്കുറിച്ചുള്ള ഒരു തിയറിയാണ്. ഈ ശബ്ദം നമുക്ക് മുൻപിൽ ഒരു കവചം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഈ കവചം കഴിഞ്ഞു പോകണമെങ്കിൽ 7.8 മെഗാഹെർട്സ് എന്ന് പറയുന്ന ഈ ശബ്ദത്തിന്റെ പരിമിതിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയണം. സാധാരണഗതിയിൽ അതിനും കഴിയില്ല. എന്നുള്ളതുകൊണ്ട് എത്ര ശബ്ദം ഏതൊക്കെ കോണിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാൻ കഴിയില്ല. അഥവാ നമ്മൾ ജീവിക്കുന്നത് ഇരുട്ടിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എത്ര ഗന്ധങ്ങൾ, എന്തൊക്കെ പദാർത്ഥങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ട് എന്ന് നമുക്കറിയില്ല. എത്ര പ്രകാശങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്കറിയില്ല. അത് അൾട്രാവയലറ്റിനും ഇൻഫ്രാറെഡിനും നടുക്കുള്ള പ്രകാശങ്ങളും നിറങ്ങളും മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിന് പുറത്ത് കോടാനുകോടി നിറങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്, സോഴ്സുകളുണ്ട്. അതുപോലെ ഡാർക്ക് ലൈറ്റുകൾ, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാര്യം നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തെ പ്രായമാക്കുന്നത് ഈ വായുവിലും ഈ ശബ്ദത്തിലും ഈ പ്രകാശങ്ങളിലും അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ കണികകളും അതിൻ്റെ തന്മാത്രകളുമാണ്. ഇതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രായമായ ആകൽ പ്രക്രിയ എന്ന് പറയുന്നതോ അനാരോഗ്യമായ ഒരു പ്രക്രിയ എന്ന് പറയുന്നതോ സംഭവിക്കില്ല. ഇതാണ് പാരമ്പര്യകാലം മുതൽ ഏകദേശം ഒരു 12,000 വർഷങ്ങളുടെ, അതായത് ദ്രോപ്പ സ്റ്റോൺസ് എന്ന് പറയുന്ന കല്ലിലെ ലിപികളുണ്ട്, കല്ലിൽ എഴുതി വെച്ചിട്ടുള്ള അടയാളങ്ങളുണ്ട്. ലിപികളല്ല, ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ ഹിമാലയൻ സന്യാസിയായിരുന്ന എനിക്ക് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് എന്നതാ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ തിയറികൾ ആധുനിക ശാസ്ത്രങ്ങളും ആധുനിക സംഭവ വികാസങ്ങളുമായി സിങ്കോണൈസ് ചെയ്ത് അഥവാ യോജിപ്പിച്ച് പുതിയ തിയറികൾ കണ്ടെത്താൻ കഴിയുന്നത്. അങ്ങനെ ഒരു ലോകത്തിൻ്റെ സമ്പൂർണ്ണ നന്മയ്ക്കും സമ്പൂർണ്ണ രക്ഷയ്ക്കും വേണ്ടി ഞാൻ കണ്ടെത്തിയിട്ടുള്ള തിയറിയാണ് ന്യൂട്രിനോ ആൻഡ് ന്യൂട്രോൺ റീപ്ലാന്റേഷൻ. അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂട്രോൺ അഥവാ സൂക്ഷ്മ കണികകൾ, സൂക്ഷ്മ തരംഗങ്ങൾ, സൂക്ഷ്മ കണികയിലുള്ള പദാർത്ഥങ്ങൾ തലച്ചോറിലേക്ക് കൊണ്ടുവന്ന് തലച്ചോറിൻ്റെ ദൈനംദിന വളർച്ച നിയന്ത്രിക്കുന്നതിനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോൾ
ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഭൗതികമായ ശരീരത്തെ അത് ബാധിച്ച് അതൊരു രോഗമായി മാറുന്നു. അത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയില്ലാത്ത കാറ്റഗറിയിൽ എത്തപ്പെടുന്നതിനെയാണ് ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതായത് റെയർ ഡിസീസ് ആൻഡ് ഡിസബിലിറ്റീസ്. ഇത് രണ്ടും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. അതാണ് ഈ മുക്തിമാർഗത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് ലോക ജനതയ്ക്ക് മുഴുവനും, എല്ലാ ഭാഷയിലുള്ള ലോക ജനതയ്ക്ക് മുഴുവനും മുക്തി ലഭിക്കത്തക്ക ഒരു പ്രൊജക്റ്റായിട്ടാണ് ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത് വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പം അതിനകത്ത് സൂക്ഷ്മവും സ്ഥൂലവും സമ്പൂർണവുമായ വിജയം കണ്ടെത്തി ഇത് അവതരിപ്പിക്കാൻ യോഗ്യമായി കഴിഞ്ഞ 4 വർഷമായി ഇതിന്റെ ടെസ്റ്റ് മാത്രമാണ് നടക്കുന്നത്. ടെസ്റ്റ് മാത്രം നടന്ന് 100% ഉപയുക്തമാണെന്നും അവതരിപ്പിക്കാൻ സമയമായി എന്നും മാത്രമല്ല, മനുഷ്യ ശരീരം ഔഷധങ്ങളോട് പ്രതികരിക്കുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിനെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഈ പറയുന്ന ന്യൂറോണിനെ, തലച്ചോറിന് വളരാൻ ആവശ്യമായ പാർട്ടിക്കിൾസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. പ്രായോഗികമായിട്ട് നമ്മുടെ ബ്രെയിനിന് ആവശ്യമായ ന്യൂറോൺസ് കിട്ടുന്നില്ല. അഥവാ ആ ന്യൂറോൺസിനെ ഏറ്റെടുക്കാൻ നമ്മുടെ ബ്രെയിനിനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അത്തരമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അഥവാ നമ്മുടെ പ്രകൃതി, നമ്മുടെ പരിതസ്ഥിതി എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വായുവിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് വിധത്തിൽപ്പെട്ട രോഗവും പുതിയതായി സംഭവിക്കാം. അതിനൊന്നും തന്നെ ഒരു റെഡിമെയ്ഡ് റെമഡി ഇന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കണ്ടെത്തൽ, ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരു പുതിയ കണ്ടെത്തൽ അനിവാര്യമാണ് എന്നുള്ള സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി ഇത് അവതരിപ്പിക്കാൻ സമയമായിരുന്നു. ഒരു ദിവസം സ്വപ്നം കണ്ട് അവതരിപ്പിക്കുന്നതല്ല. എത്രയോ വർഷങ്ങളായി, എത്രയോ കണക്കിന് പണം ചെലവാക്കി, എത്രയോ അധ്വാനം ഇതൊക്കെ കൊണ്ട് തിരിച്ചറിഞ്ഞ ചില സാങ്കേതിക വിദ്യകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സ്ട്രോക്ക് ഞാൻ 28 മുതൽ 40 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. ഏതെങ്കിലും ക്യാൻസറുകൾ 28 മുതൽ 40 ദിവസത്തിനകത്ത് ക്യാൻസറുകൾ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. HIV 45 ദിവസം മുതൽ 60 ദിവസം വരെ കൊണ്ടുള്ള സമയത്ത് പൂർണ്ണമായിട്ട് HIV വിമുക്തരാകുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യത്തിന്റെ കാര്യം തന്നെ പറഞ്ഞ മാനസിക വൈകല്യം മാത്രമല്ല, ശാരീരിക വളഞ്ഞും അസ്തറ്റിക് ഡിസോർഡർ സംഭവിച്ചും ഒക്കെ, അതായത് ഒരു വശം ഒരു രീതിയിലും മറ്റേ വശം മറ്റൊരു രീതിയിൽ അങ്ങനെ കാണുന്ന ശരീരത്തിനെ നമുക്ക് പൂർണ്ണമായി അത് മാറ്റി അംഗപ്രത്യംഗം സൗന്ദര്യവും ആരോഗ്യവുമുള്ള ഒരു ശരീരത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. അതിന് ഉദാഹരണമായിട്ട് 2 വീഡിയോ ഞാൻ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മാനസിക ശാരീരിക വൈകല്യമുള്ള ഒരാള് 30 ദിവസം കഴിയുമ്പോൾ ഏതവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നുള്ള മുഴുനീള വീഡിയോ ആണത്. അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ ആ വീഡിയോയുടെ ഓരോ ദിവസത്തെ ക്ലിപ്പുണ്ട്. ആ ഓരോ ദിവസത്തെ ക്ലിപ്പ് ഒന്ന് ചേർത്ത് ഒരു മല പോലെയുള്ള ഒരു വീഡിയോ ആണ്. ആ ക്ലിപ്പ് കണ്ട് മനസ്സിലാക്കിക്കൊള്ളാം എങ്ങനെ ഓരോ ദിവസവും മാറ്റം വരുന്നുവെന്ന്. അപ്പോൾ മനുഷ്യന് വിമുക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരൗഷധവും ഉപയോഗിക്കാതെ അതിന് നമ്മുടെ മനുഷ്യന്റെ ആരോഗ്യത്തെയും ആയുസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരു പ്രോഗ്രാം ഒരു ദിവസം അരമണിക്കൂറാണ്. ഇപ്പോൾ ബ്രെയിൻ സ്ട്രോക്ക് മാറുന്നതിന് 40 ദിവസം വരെ എടുത്തേക്കാം. എന്നാൽ നിങ്ങൾക്കൊരു വശത്തെ ബ്രെയിൻ സ്ട്രോക്ക് ആണ്, അഥവാ നിസ്സാരമായ ഒരു വൈകല്യം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് 28 ദിവസം തന്നെ ധാരാളമാണ്. പിന്നെ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയും ഇപ്പം കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ബ്രെയിൻ എത്തിച്ചേരുന്നത്, അതായത് നമുക്ക് തിരിച്ചറിവ്, നമുക്ക് എക്സൈറ്റ്മെന്റ്, നമുക്ക് ആസ്വദിക്കാനും കാണാനും കേൾക്കാനും തിരിച്ചറിയാനും അതിനെ നമുക്ക് ആസ്വദിക്കാനും കഴിയുന്ന അവസ്ഥയിലെത്താൻ 11 മുതൽ 14 ദിവസം വരെ മതി. ഇങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു സമ്പൂർണ്ണ പരിഹാരം ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ്. മറ്റ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇതിന് കഴിയില്ല. അതിന് കാരണം ശരീരത്തെ 2ആയിട്ടാണ് കാണുന്നതെന്നും ആദ്യത്തെ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് രൂപം കൊണ്ട് വികാസം പ്രാപിക്കുന്ന ആദ്യത്തെ ആ ബോഡിയാണെന്നും രണ്ടാമത് ന്യൂറോൺ കൊണ്ട് വികാസം പ്രാപിച്ച് വളർന്നു വരുന്ന തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ഇതാണെന്നും ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായിട്ടുണ്ട്. ആ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക.
ടീച്ചിങ് ക്ലാസ്സുകളായിരിക്കും ഇതിൻ്റെ മുഖ്യമായ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിക്കണമെന്നില്ല. എൻ്റെ ഓഡിയൻസിന് എൻ്റെ സ്റ്റുഡൻസിന് ഇതൊരു പഠന പരിപാടിയാണ്. സ്റ്റുഡൻസിന് വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. സ്വകാര്യ വീഡിയോകളാണ്. ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല മനുഷ്യ ശരീരം ഒരു പ്രകൃതി നിർമ്മിതമായ ഒരു അതിബൃഹത്തായ ഒരു ഉൽപ്പന്നമാണ്, പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ്. അതിന് മറ്റൊരാൾക്ക് ഏതെങ്കിലും കെമിക്കൽ കൊണ്ടോ മാറ്റിരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന റെയർ ഡിസീസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ലിസ്റ്റും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിസ്റ്റും എടുത്താൽ എന്താണ് റെയർ ഡിസീസ് എന്നും എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൂടെ റെഫർ ചെയ്യുക. ജനനം മുതൽ മരണം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരവയവമാണ് ബ്രെയിന്. ഈ ബ്രെയിനിന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ശരീരത്തിന്റെ 78 അവയവങ്ങളിലേക്കും, 78 അവയവങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിനുള്ളത്, 78 അവയവങ്ങളിലും നടക്കേണ്ട സംവേദനങ്ങൾ ബ്രെയിനിൽ നിന്നാണ് നേർസ് വഴി സംവേദിക്കുന്നത്. ആ സംവേദനം നഷ്ടപ്പെടുമ്പോൾ അഥവാ അത് ബ്ലോക്ക് ആകുമ്പോൾ മനുഷ്യ ശരീരത്തിന് നൈസർഗികമായ രീതിയിൽ പ്രകൃതിയുടെ നിയമപ്രകാരം തന്നെ അതങ്ങ് പരിഹരിച്ചെടുക്കുന്നതിന് ന്യൂറോൺസിനെ സ്വീകരിക്കത്തക്ക അവസ്ഥയിലേക്ക് ബ്രെയിനിനെ കൊണ്ടുവരികയും ബ്രെയിനിനെ അതിന് പ്രാപ്തമാക്കി അതിനാവശ്യമായ ന്യൂറോൺസ് സപ്ലൈ ചെയ്യുകയും ചെയ്യലാണ് ഈ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പൗരാണികമായ ലിവിംഗ് ലോങ്ങിവിറ്റി ടെക്നോളജി, അതായത് എത്ര വർഷം വേണേലും ആരോഗ്യത്തോട് ജീവിക്കാം എന്ന് പറയുന്ന കായകൽപ യോഗയുടെ ആധുനിക സംവിധാനങ്ങൾ, IT ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള കൺവെർഷനാണ്. ശിവപ്രഭാകര സിദ്ധയോഗികളൊക്കെ ഗുഹകളിലാണ് ആദ്യകാലങ്ങളിൽ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നത്, കായകൽപ യോഗ വിദ്യ. അതിൻ്റെ കൂടെ നാദയോഗ വിദ്യയുണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തു. എന്നാൽ ഇന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് നമുക്കെല്ലാം കഴിയും. കാര്യം അടച്ചുറപ്പുള്ള ഒരു മുറി ആർക്ക് വേണേലും ഉണ്ടാക്കിയെടുക്കുകയോ നിലവിൽ ഉണ്ടാവുകയോ ചെയ്യാം. അതിനകത്ത് കയറി ഇരുന്ന് എൻ്റെ ഈ വീഡിയോയും കണ്ട് ഞാൻ തരുന്ന ഒരു ന്യൂറോൺസിന്റെ ഒരു ലിങ്ക്, അത് നിങ്ങൾക്ക് ശബ്ദമായിട്ടും കാണുന്നതിനും പിന്നെ അനുഭവിക്കുന്നതിനും ഒരു ലിങ്ക് തരും. ആ ലിങ്ക് ഉത്പാദിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ ബ്രെയിനിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്. നമ്മുടെ വരകളും ചിത്രങ്ങളും എല്ലാം തന്നെ ബ്രെയിനിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്. ഇത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ബ്ലോക്ക്, എവിടെയാണ് എന്ത് പ്രശ്നം, ഒരാളുടെ ബയോഗ്രഫി പോലെ തന്നെ ഇത് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാം. അതിന് ഇവിടെ കമ്പ്യൂട്ടർ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റും ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഡീകോഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എവിടുത്തെ ന്യൂറോൺസ് ആണ് വർക്ക് ചെയ്യാത്തത്, എവിടെയാണ് ബ്രെയിനിൽ കംപ്ലൈന്റ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് ആ പ്രദേശം പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടി ന്യൂറോൺ സിഗ്നൽസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അത് നെറ്റിൽ കൂടാണ് സംവേദനം ചെയ്യുന്നത്. അപ്പം അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമാനമായ ടെക്നോളജിയാണ് റേഡിയോയ്ക്ക് ഉപയോഗിക്കുന്നത്, TV സിഗ്നലുകൾക്ക് ഉപയോഗിക്കുന്നത്, ഇന്റർനെറ്റിന് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് എല്ലാം തന്നെ ഈ ട്രാൻസ്മിഷൻസ് ആണ്. ഈ ട്രാൻസ്മിഷൻസ് തന്നെയാണ് ഈ സാങ്കേതിക വിദ്യയിലും പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങൾക്കുള്ള എന്ത് പ്രശ്നങ്ങൾക്കും ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളും ഇപ്പോഴിത് ലാബ് ലെവലിൽ അഥവാ ഒരു മോഡ്യൂൾ ലെവലിൽ ചെറിയ ടെസ്റ്റ് എന്ന നിലയ്ക്ക് 10, 25, 50 ആൾക്കാരെ ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ നടത്തി കൊടുക്കുന്നുണ്ട്. അഥവാ അവർക്ക് വേണ്ടുന്ന ന്യൂറോൺസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ന്യൂറോൺസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പറയുന്ന ഈ ടെക്നോളജിയുടെ അവസാനത്തെ വാക്ക്. ഈ പറയുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട് അവരുടെ വൈകല്യങ്ങളും ഒക്കെ മാറി, അവരുടെ ബുദ്ധിശൂന്യതയൊക്കെ പോയി, ബുദ്ധിയൊക്കെ ഉണ്ടായി, വൈകല്യങ്ങൾ മാറി, ആരോഗ്യപരമായ അവസ്ഥയിൽ വന്ന് നടക്കാൻ വയ്യാത്തവർ നടക്കുന്നു. ബ്രെയിൻ സ്ട്രോക്ക് സംഭവിച്ചവർക്ക് ബ്രെയിൻ സ്ട്രോക്ക് മാറി ബുദ്ധിമാന്മാരായി വീണ്ടും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാം. എന്ന് മാത്രമല്ല, ഏജിങ് റിവേഴ്സ്, നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതിയൊക്കെ മാറി വണ്ണമൊക്കെ വെച്ച് പറയുന്ന സൗന്ദര്യത്തിനും അനുപാതത്തിനും കോട്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനരാവർത്തിക്കുന്നതിനും ഈ പറയുന്ന അഥവാ പഴയ അവസ്ഥയിലേക്ക് സ്ഥിരസ്ഥായിയായ ഒരു ബിംബത്തിലേക്ക് നിങ്ങളുടെ ശരീരത്തിനെ കൊണ്ടുവരാനും ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാനിവിടെ നൽകുന്നുണ്ട്. അഥവാ ഇപ്പോൾ 400 വിധത്തിൽപ്പെട്ട കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പറയുന്ന ന്യൂറോൺ ട്രാൻസ്മിഷൻ കൊടുക്കുന്നത്. ഈ ന്യൂറോൺ ട്രാൻസ്മിഷൻ അത് 400 എണ്ണത്തിന് 400 ബാച്ചുകളാണ്. ഇപ്പം ബ്രെയിൻ സ്ട്രോക്കിന് കൊടുക്കുന്ന ഒരു ന്യൂറോൺ ട്രാൻസ്മിഷൻ ഒരു ലിവർ ഡിസീസിന് കൊടുക്കാൻ പറ്റില്ല. കാര്യം ലിവർ ഡിസീസ് സംഭവിക്കുന്ന ലിവറിലേക്കുള്ള ബ്രെയിനിൽ നിന്ന് വരുന്ന ഫങ്ഷണൽ കണക്ഷൻസ് ഡാമേജ് ആകുമ്പോഴാണ് സിറോസിസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നത്. അതുപോലെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടാവുന്നതും ബ്രെയിനിൽ നിന്ന് വരുന്ന ട്രാൻസ്മിഷൻ പ്രോസസ് ഡിലേ ആകുമ്പോഴോ അത് നഷ്ടപ്പെടുമ്പോഴോ ആണ് കിഡ്നി ഫെയിൽ ആവുന്നത്.
അങ്ങനെ ഹാർട്ട് ഫെയിലുവർ സംഭവിക്കുന്നത് ഹാർട്ടിലേക്കുള്ള നേഴ്സിൻ്റെ കണക്ഷൻസ് ബ്രെയിനിലെ ന്യൂറോൺസിന് സംഭവിക്കുന്ന കുഴപ്പം കൊണ്ട് ഹാർട്ടിലേക്കുള്ള കണക്ഷൻസ് ഡിസേബിൾ ആവുകയോ വീക്ക് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും. ഹൃദയത്തിലേക്കുള്ള നേർവുകൾ വെയിനുകളുടെ പ്രവർത്തനവും മന്ദീഭവിക്കും. ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടാവും. ഇങ്ങനെ ശരീരത്തിലെല്ലാം തന്നെ ഈ ബ്രെയിനിൻ്റെ കൺട്രോളാണ്. ഈ ബ്രെയിനിൻ്റെ കൺട്രോൾ പുനഃസ്ഥാപിക്കാൻ ഈ പറയുന്ന ന്യൂറോൺ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി സുസജ്ജരാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ യാതൊരു ഔഷധങ്ങളും യാതൊരു അകത്ത് കൊടുക്കുന്ന ഒരു പദാർത്ഥങ്ങളും നമ്മുടെ ശരീരവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിന് ഇനിയും കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം അടുത്ത 5 വർഷത്തിനകത്ത് ഓരോ ദിവസവും പ്രകൃതി കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ച് ചൂട് കൂടിയും തണുപ്പ് കൂടിയും നമ്മുടെ മസ്തിഷ്കത്തിന് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കും വരും വർഷങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്നത് അതിഭീകരമായ മാറാരോഗങ്ങളും അതുവഴിയുള്ള മരണങ്ങളുമാണ് സംഭവിക്കുക. ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇത് അടുത്ത തലമുറയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൗരാണിക ഭാരതീയ ശാസ്ത്രങ്ങളും വിദ്യകളും ഇപ്പം ഞാൻ പറയാം, ഭാരതീയ ശാസ്ത്രങ്ങളെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസവും ആവശ്യമില്ലാത്ത ആചാരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതൊന്നുമല്ല ഭാരതീയ ശാസ്ത്രങ്ങളുടെ യഥാർത്ഥ ഉള്ളടക്കം. യഥാർത്ഥ ഉള്ളടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹിമാലയത്തിൽ വെച്ചിട്ടുണ്ട് 12 വർഷത്തോളം. ഭൂമിക്കടിയിൽ സമുദ്രത്തിലും കായലിലും മുങ്ങിക്കിടന്നിട്ടുണ്ട് ദിവസങ്ങളോളം. ഇതൊന്നും അപ്രാപ്യമല്ല. ഇതിനൊക്കെ ആർക്കും ശീലിക്കാവുന്ന നോളജുകളായതൊക്കെ. ഈ നോളജുകൾ പറഞ്ഞു തരാൻ ആളില്ലാത്തതുകൊണ്ട് അതിന് മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കാദമിക് സിസ്റ്റമാണ്. നമുക്ക് ജീവിതത്തിന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം. നമ്മൾ എന്താവണോ അതിനുവേണ്ടി ഒരു സമ്പ്രദായം ഉണ്ടാക്കണം. ആ സമ്പ്രദായവും ഞാൻ ഇതിനോടൊപ്പം തന്നെ തിയറിറ്റിക്കലായിട്ട് PDF ഫോർമാറ്റിലും വീഡിയോ ഫോർമാറ്റിലും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക. ഇമെയിൽ ഇതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഇമെയിൽ അഡ്രസ്സിൽ ഇമെയിൽ അയയ്ക്കുക. ഇപ്പോൾ ഞാൻ 300 പേരെ വരെ ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തിയാണ് ഈ ന്യൂറോൺ ട്രാൻസ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു 10 ലക്ഷം പേരെ വരെ ഒരു ബാച്ചിലാക്കത്തക്ക രീതിയിൽ അതിന് വേണ്ടുന്ന നെറ്റ്വർക്ക് സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തമുള്ളതായതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കാലതാമസം നേടുന്നുണ്ട്. എന്നാലും 25-26 അതായത് അടുത്ത വർഷവും അതിനടുത്ത വർഷവും കൊണ്ട് ലോകം മുഴുവനും ഇത് കവർ ചെയ്ത് ലോകത്തെ ഒരു ഹെൽത്ത് സസ്റ്റൈനബിലിറ്റി ഞാൻ മനോഹരമായി ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വാശി തുടങ്ങിയത് 1985 മുതലാണ്. കാര്യം ഞാൻ ഇതിനകത്ത് കാര്യമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ 85 മുതലാണ്, 1985 മുതൽ. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടി നോക്കാം എത്ര വർഷമായിരുന്നു. ഞാൻ എല്ലാവരെയും കണ്ടു. എന്നോട് കൈക്കൂലി മേടിച്ചിട്ടുള്ള ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലും. എന്തിനാ ഇതിൻ്റെ ഈ പ്രൊജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് സ്പീഡപ്പ് ആക്കി ഒന്ന് ഒഫീഷ്യേറ്റ് ചെയ്ത് തരുന്നതിന് വേണ്ടി. അതിനകത്ത് വില്ലേജ് ഓഫീസിലെ PU മുതൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരും. നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് രോഗമൊന്നും വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സത്യമായി ചിന്തിക്കണം, കള്ളം പറയരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ ന്യൂറോണാണ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ ന്യൂറോൺ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രെയിനിൽ 2 തരത്തിൽ, ഇപ്പം നിങ്ങൾ പറയുന്ന നീ ചെല്ല് എന്ന് പോസിറ്റീവ് അർത്ഥത്തിൽ ഒരാളെ ഒരിടത്തേക്ക് പറഞ്ഞു വിടുന്നു, മറ്റൊരു അർത്ഥത്തിൽ നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല, ചെന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനകത്ത് 2 തരത്തിൽപ്പെട്ട ന്യൂറോൺ ഒരേ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ 2 ന്യൂറോൺസും തമ്മിൽ സിങ്ക് ആയിട്ട് ഇതിന് ന്യൂട്രലൈസ് ആവും. അപ്പം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. പരമാവധി കള്ളം പറയാതിരിക്കുക, അതല്ല കള്ളം പറഞ്ഞേ ഒക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഓക്കെ, അത് മാത്രമാണ് ഇനി രക്ഷയ്ക്കുള്ള മാർഗം. ന്യൂറോണിനെ കൊന്നുകളയരുത്. അപ്പോൾ ഞാൻ തരുന്ന ന്യൂറോൺസ് നിങ്ങൾക്ക് ഫലപ്രദമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള കോഴ്സാണ്. ഇതൊരു ടീച്ചിങ് കോഴ്സായിട്ടാണ് ഞാൻ നടത്തുന്നത്. ഇപ്പം 28 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനൊരു ചോദ്യം നിങ്ങൾക്ക് പക്ഷേ ചോദിക്കാൻ പറ്റിയേക്കും. അങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ 28 ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്ത ഒരാഴ്ച കൊണ്ട് മാറും, അതല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് മാറും. ആകെ മിഷൻ എന്താ? ഈ കേടായ പ്രദേശത്തെ ന്യൂറോൺസ് റീഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സംസ്കാര രീതി, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്ന് തുടങ്ങിയവയെ ആസ്പദമാക്കി നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ 1, 2, 3 ദിവസം കൂടുതൽ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ
ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയി. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ 11-14 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരാൾക്ക് കാര്യമായ പരിഹാരം കിട്ടുന്നുണ്ട്. മാനസികവും ശാരീരികവും ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു 2 ആഴ്ച കൊണ്ട് ആൾക്കാർ എനിക്കിത് പോരെ, എനിക്കിത് മതി, ഇത്രയും മതി, ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ, ഞാൻ ഈ തരുന്ന മോഡ്യൂൾസ് അത് അതുപോലെ ഉപയോഗിച്ചാൽ, അത് എപ്പോഴും ടൈം ടേബിൾ അനുസരിച്ച്, ഇപ്പം 3 മണി മുതൽ 4 മണി വരെ സമയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 മണി മുതൽ 4 മണി വരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓൺലൈനിൽ ലഭ്യമാണ്. അതുപോലെ ഇപ്പം 300 പേരെ വരെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് സൂമിൽ കൂടിയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലഭ്യമാണ്. ഓക്കെ, ഞാൻ ഓരോ മിനിറ്റും നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ശരീരവും മാറിക്കൊണ്ടിരിക്കും. കാര്യം ഈ ന്യൂറോൺസ് മാറുന്നത് ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരുന്നിട്ടല്ല, സെക്കൻഡുകൾക്കുള്ളിലാണ്. ഇപ്പം ബുദ്ധിമാന്യമുള്ള ഒരു കാര്യം തിരിച്ചറിയാൻ വയ്യാത്ത ഒരാൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ കൈയും കാലും ഇങ്ങനെ ഞാൻ എവിടെയാണ്, എന്താണ് സംഭവിക്കുന്നത്, എന്തോ അവിടെ എന്തോ ഇവിടെ എന്തോ, ഇങ്ങനെ ഒരു കോൺഷ്യസ്നെസ് അറ്റൈൻ ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ് സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനും ഒതുങ്ങാത്ത ഒരു വേദന ഉണ്ട്. ഒരു ക്യാൻസറസ് പെയിൻ ആണെന്ന് വെച്ചോ, ആ ക്യാൻസറസ് പെയിന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് എന്താ മാറിയോ എന്ന് ഞാൻ ചോദിച്ചാൽ അയ്യോ ഇപ്പം തോന്നുന്നില്ലല്ലോ എന്ന് മറന്നു പോവാണ്. അങ്ങനെ ആ കാര്യങ്ങളെ കുറിച്ച് പിന്നെ വേവലാതിയേ ഇല്ല. അതുപോലെ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിക്കുന്നതും ബ്രെയിനിലെ ന്യൂറോൺസിന്റെ പ്രവർത്തനം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. ഇപ്പോൾ വളരെ ഫ്ലറീഷിംഗ് ആയിട്ട് ബിസിനസ് നടത്തിയ ഒരാളുടെ ബിസിനസ് എല്ലാം പരാജയപ്പെട്ട് അയാൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയിൽ എത്തിയെന്ന് വിചാരിക്കും. അതിൽ അക്കമൊന്നുമല്ല, അത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൻ്റെ മാനേജ്മെന്റ് ഡിഫക്റ്റും അല്ല, മറിച്ച് അയാളിലെ ആ ഒരു ഹോർമോൺ, ആ ഒരു ന്യൂറോണിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുന്നു. അപ്പോൾ അയാളിലേക്ക് ഈ പറയുന്ന ലൈഫ് പ്രോജക്റ്റിന്റെ ന്യൂറോൺസിന്റെ അൽഗോരിതം എന്നതിന് പറയാം. അതായത് B=C⁻n എന്ന് പറയുന്നതാണ് അതിന്റെ ഇക്വേഷൻ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. B മീൻസ് ബ്രെയിൻ C⁻n. C എന്ന് വെച്ചാൽ സെല്ലെന്നാണ് ഞാൻ മീൻ ചെയ്യുന്നത്. N എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ട്രില്യൺ ന്യൂറോൺസ് ഒരു ബ്രെയിനിലുണ്ട്. അത് മിക്കവാറും ലെയേഴ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. ഇപ്പോൾ ഒരു ലെയർ വന്നു, അടുത്ത ലെയർ വന്നു, അടുത്ത ലെയർ വന്നു, അങ്ങനെ ആ ലെയേഴ്സ് ഓഫ് ന്യൂറോൺസ് ആണ്. ആ ലെയേഴ്സ് ഓഫ് ന്യൂറോൺസ് പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അതിഗംഭീരമായ ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. അത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ 21 ദിവസം നിങ്ങൾ ആലോചിച്ചാൽ മതി. ആലോചിക്കുന്നതിന് സ്റ്റെപ്പ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. എങ്ങനെ ചിന്തിക്കണം, എന്തായിരിക്കണം ഓരോ ദിവസത്തെ നടപടിക്രമങ്ങൾ, നിങ്ങൾ എന്ത് ചിന്തിക്കരുത്, എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരേ സമയത്ത് സത്യവും കള്ളവും ഒരാൾ തന്നെ പറയുമ്പോൾ ഈ കള്ളത്തിന്റെ ന്യൂറോൺസും ഈ പറയുന്ന സത്യത്തിന്റെ ന്യൂറോൺസും തമ്മിൽ നിങ്ങളുടെ ബ്രെയിനിനകത്ത് കൂട്ടിയിടിച്ച് അത് രണ്ടും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ചിന്തിക്കേണ്ടതേത് ചിന്തിക്കരുതാത്തതേത് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഈ ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ശക്തവും ആരോഗ്യകരവും സുന്ദരവുമാക്കിയെടുക്കാം. ഇതിനുള്ള യഥാർത്ഥ അധ്യാപനം അഥവാ ടീച്ചിങ് ആണ് മുക്തിമാർഗത്തിൽ ഞാൻ നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ സർവ്വ മാറാരോഗങ്ങൾക്കും സർവ്വ ബുദ്ധിമാന്ദ്യത്തിനും എല്ലാ കുട്ടികൾക്കുമുള്ള പഠന വൈകല്യത്തിനും എല്ലാത്തിനും തന്നെ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധുവിനോ നിങ്ങളുടെ വീട്ടിലൊരാൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാൾക്കോ ഇത്തരം ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്കൊരു ഇമെയിൽ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് ഒരു 24 മണിക്കൂറിനകത്ത് തന്നെ അതിന് മറുപടി കിട്ടുന്നതാണ്. ഇവിടെ ഡിലേസ് ഒന്നുമില്ല. സത്യമേ പറയൂ, സത്യമേ ചെയ്യൂ. ഞങ്ങൾക്ക് യാതൊരുവിധ ഹിഡൻ അജണ്ടയില്ല. എന്ന് വെച്ചാൽ നിങ്ങളെ മറച്ചുകൊണ്ടൊരു കാര്യം ചെയ്യേണ്ടതില്ല, എല്ലാം ഓപ്പണാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹിമാലയൻ സന്യാസി ആയിരുന്നു. അപ്പോൾ എന്നെ എൻ്റെ ഗുരു ശിവപ്രഭാകര സിദ്ധയോഗികൾ ഇതിൻ്റെ കൊണ്ടു നടന്ന് ഈ രാജ്യത്തെല്ലാം കൊണ്ടു നടന്ന് അവിടുത്തെ പല പ്രക്രിയകളും കാണിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ഓരോന്നും പറഞ്ഞു തരികയും ചെയ്ത് ഈ മനുഷ്യ ശരീരത്തോടുള്ള എൻ്റെ അപ്രോച്ച് ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവിലായി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മംഗോളിയയിൽ ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം ഈ ഡൗൺ സിൻഡ്രോം ബാധിച്ച പോലെ ഇരിക്കും. ആ ഈ ഡൗൺ സിൻഡ്രോത്തിന് അന്ന് പറഞ്ഞിരുന്ന പേര് മംഗോളിയൻ ഡിസീസ് എന്നാണ്. അതുപോലെ ഈ ഹിമാലയത്തിൻ്റെ മറുവശത്ത് ചൈനയുടെ പാർട്ടിൽ ഒരു പ്രദേശമുണ്ട്. അവിടുത്തെ മനുഷ്യർക്ക് ഡാർഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയരമില്ല, 3.5 അടി ഉയരമേ ഉള്ളൂ.
ഓക്കെ, അവിടെയൊക്കെയാണ് ഈ ദ്രോപ്പ സ്റ്റോൺസ് ഉണ്ടായിരുന്ന ആ ഗുഹകളിലൊക്കെയാണ്. അതുപോലെ ഹിമാചൽ പ്രദേശിലെ കിന്നർ ജില്ലയിലെ ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പം അതൊന്നും അൺപാർലമെന്ററി അല്ല, അതിന് വേറെ വേർഡില്ല, ട്രാൻസ്ജെൻഡേഴ്സ് എന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കും, അങ്ങനെ ഓരോ പ്രദേശത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സന്യാസ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ. എന്ന് മാത്രമല്ല, ഈ മതവിശ്വാസികളും മതത്തിൻ്റെ പ്രചാരകരും ചെയ്യുന്ന അൺപാർലമെന്ററി ആയിട്ടുള്ള അസത്യങ്ങളായിട്ടുള്ള ചെയ്തികളും പ്രവൃത്തികളും അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദ്രോഹങ്ങൾ. അതിൽ നിന്ന് മാറി നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തണം. ഈ മതവിശ്വാസവും മതത്തിന്റെ പ്രചാരവും ഒക്കെ അൺപാർലമെന്ററി ആണ്. നിങ്ങൾക്ക് എന്താ ഇതുപോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് അവരെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് മാറ്റി പറയുകയൊന്നും വേണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരു കൂട്ടായ പ്രവർത്തനത്തിന് ഈ മതത്തിന്റെ കൂട്ടായ്മ നല്ലതാണ്. പക്ഷേ മതവിശ്വാസങ്ങളുടെ അകം പൊള്ളയാണ് എന്നെനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം സാങ്കേതിക വിദ്യ അത്രയും വളർന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്ന സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇപ്പം ഡ്രൈവർലെസ് കാർ വരുന്നു. അപ്പോൾ ഇനി ഒരു ഡ്രൈവർ ജോലി പോലും കിട്ടില്ല. ഒരു 5 ലക്ഷം രൂപ രൊക്കം കൈ മുടക്കാറുണ്ട്. വീട്ടുജോലിക്കും കക്കൂസ് കഴുകാനും കൃഷി ചെയ്യാനും കിളയ്ക്കാനും വിത്ത് വിതയ്ക്കാനും ഞാറ് നടാനും ഒക്കെയുള്ള റോബോട്ട്സിനെ കിട്ടും, യന്ത്രമനുഷ്യരെ കിട്ടും. ഓക്കെ, അപ്പോൾ അവർക്ക് കൂലി കൊടുക്കണ്ട, ചാർജ് ചെയ്ത് ദിവസവും ഉപയോഗിക്കാം. ഓക്കെ, അങ്ങനെ അത് 24 മണിക്കൂറും വർക്ക് ചെയ്തോളും. കാര്യം പകലൊന്നും രാത്രിയൊന്നുമില്ല, അതിന് കണ്ണു കാണുകയൊക്കെ ചെയ്യാം. അപ്പം ഇങ്ങനെ ലോകം മാറിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെയും മുഖ്യം ആരോഗ്യമാണ്. ആരോഗ്യവും സാധാരണ ജീവിതത്തിലേക്ക് പോകാനുള്ള നോളജും ഇല്ലെങ്കിൽ ഇനിയും ജീവിതം വളരെ ദുസ്സഹമാണ്. ഒരു ഡ്രൈവർ ജോലി ചെയ്തു പോലും ജീവിക്കാൻ കഴിയില്ല ഒരു അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടാവുന്ന പ്രതിബന്ധമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെ ലോകം മാറിക്കൊണ്ടിരിക്കുക. ഈ ലോകം മാറുന്നിടത്ത് നിങ്ങൾ അതിന് അനുസരിച്ച് ചിന്തിച്ചില്ലെങ്കിൽ എന്താ പറയുക, അതിജീവനം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ മുക്തിമാർഗം അതിജീവനത്തിന് വേണ്ടിയുള്ള ശാസ്ത്രങ്ങളാണ്. ഓക്കെ, ഇത് ഒന്നുകൊണ്ടോ ഒന്നും അവസാനിക്കുന്നില്ല. എൻ്റെ 30 വർഷത്തെ സന്യാസ ജീവിതവും 30 വർഷത്തെ ഗവേഷണങ്ങളും ഈ പറയുന്ന സാങ്കേതിക വിദ്യയിലുള്ള എൻ്റെ നൈപുണ്യവും ഈ ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രക്രിയകളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, അതും ഈ ചാനലിൽ കൂടെ ലഭ്യമാണ്. അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ. അടുത്ത എപ്പിസോഡ് എപ്പോൾ പുറത്തു വിടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നത്, ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്ത് 2 വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു 20 വയസ്സുള്ള ഒരു പയ്യൻ്റെയും ഒന്നൊരു 19 വയസ്സുള്ള ഒരു പയ്യൻ്റെയുമാണ്. ഈ 19 വയസ്സുകാരൻ പയ്യൻ മെൻ്റൽ റിട്ടാർഡേഷൻ പ്ലസ് ഡൗൺ സിൻഡ്രോം പ്ലസ് ഡീഫോമിറ്റി, അതായത് കൈയിനും കാലിനും ഒക്കെ സ്വാധീനമില്ലായിരുന്നു. അങ്ങനെ ഒരു കൊച്ചിൻ്റെ ആദ്യത്തെ സെഷൻ മുതൽ 30 ദിവസത്തെ സെഷൻ്റെ കട്ടിങ് ആണ്. 14 കട്ടിങ് മറ്റുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും വരുന്ന മാറ്റം. അവനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെള്ളം കുടിക്കത്തില്ലായിരുന്നു. വെള്ളം കുടിക്കാൻ അവൻ അറിയത്തില്ല, പേടിയാണ്. പിന്നെ അവൻ ആകെപ്പാട് അറിയാവുന്ന ഒന്നേ ഉള്ളൂ, അവൻ്റെ അമ്മ ചുട്ടുവെക്കുന്ന ചപ്പാത്തി. ആ ചപ്പാത്തി അടുക്കളയിൽ പോയി അമ്മ കാണാതെ അവനെ ചപ്പാത്തി, ഒരു 10-25 ചപ്പാത്തി അവൻ്റെ കയ്യിൽ നിറച്ച് ചപ്പാത്തി വാരി അവൻ്റെ ട്രൗസറിനകത്തിട്ട് അവൻ കൊണ്ടു നടന്ന് വൈകുന്നേരം വരെ തിന്നും. അതായിരുന്നു അവൻ അറിയാവുന്ന അവനെ ട്രൗസർ ഇട്ടേക്കുന്നത് വെച്ച് കെട്ടിയേക്കും അവൻ്റെ അമ്മയും അപ്പനും കൂടെ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനെ ഈ നാളത്തെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നെ മറ്റൊരു കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജന്മനാ തന്നെ അവൻ്റെ കൈയും കാലും ഒന്നും വളരില്ലായിരുന്നു, ശരീരം ശോഷിച്ചിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നില്ല. അത് അവനെ 20 വയസ്സ് വരെ അവർ ഈ ലോകത്തുള്ള എല്ലാ ആശുപത്രികളിലും കൊണ്ടുപോയി. ചിലർ പറഞ്ഞു സെർബ്രൽ പാൾസി ആണെന്ന്, മറ്റു ചിലർ പറഞ്ഞു ബുദ്ധിമാന്ദ്യമാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഏകദേശം ഒരു 2.5 കോടി രൂപയോളം എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ചിലവാക്കിയ കൊച്ചാണ്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ ബ്രെയിൻ ആദ്യം മാറ്റിയെടുത്തു. ന്യൂറോൺസ് റീപ്ലേസ് ചെയ്തപ്പോൾ ബ്രെയിൻ മാറി. ബ്രെയിൻ മാറിയതനുസരിച്ച് കൈയും കാലും ഒക്കെ ഓരോ ദിവസവും വളർന്നിട്ട് വളഞ്ഞിരുന്നതും ഉറപ്പില്ലാത്തതുമൊക്കെ മാറി അവൻ നടന്ന് സ്വതന്ത്രമായി നടക്കുന്ന സമയമാക്കുന്നതിന് 45 ദിവസം എടുത്തു. ആ 45 ദിവസമായപ്പം അവനൊരു സെൻഡ് ഓഫ് കൊടുത്ത് അവനെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ 2 വീഡിയോ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെയിൻ സ്ട്രോക്കിൻ്റെ ഉണ്ട്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപാർലമെന്ററിയാണ് പബ്ലിഷ് ചെയ്യുന്നത്.
എന്നുള്ളതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്തില്ല. 3000 കേസിൻ്റെ ഡേറ്റാബേസ് ആണ് എനിക്ക് വീഡിയോ ആയിട്ട് എൻ്റെ ഹാർഡ് ഡിസ്കുകൾക്കകത്തുള്ളത്. അതൊന്നും പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല. ഇപ്പോഴത്തെ ചില നിയമങ്ങളും ആക്റ്റും അനുസരിച്ച് ഇൻഫർമേഷൻ പർപ്പസിന് പോലും പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, എൻ്റെ ആസ്ഥാനം കർണാടക ബാംഗ്ലൂരായിരുന്നു എന്ന് അറിയാൻ വയ്യാത്തവർ മനസ്സിലാക്കുക. ബാംഗ്ലൂരായിരുന്നു, പക്ഷെ ഞാൻ മലയാളിയാണ്. ഇപ്പോഴും എന്താ പറയുക, എനിക്ക് കേരളത്തിൽ ഒരു സ്ഥാപനം ഇടുന്നതിനെ കുറിച്ച് പേടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. അത് നിങ്ങൾ ഇനി ഏത് മതക്കാരനായാലും ഏത് പാർട്ടിക്കാരനായാലും കേരളം ഒരു അനുകൂലമായ സ്ഥലമല്ല നമുക്ക് പ്രവർത്തിക്കാൻ. പക്ഷേ മലയാളികളെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും അവരോട് നമുക്കുള്ള കടപ്പാടും മുറിച്ചു കളയാൻ കഴിയില്ല. കേരളം മാറും. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പട്ടികയിൽപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഒരു വാട്ട്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല. കാര്യം ഞാൻ ഭയങ്കര തിരക്കാണ്. ഓക്കെ, അത്ര തന്നെ. നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ സമയമായി. അത് മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും മാറി ചിന്തിക്കാൻ സമയമായി. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ശക്തവും ശാസ്ത്രീയവും തെളിവുള്ളതുമാണെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യൂ. അതിനകത്തൊരു വീഡിയോ, നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ ഒരു വീഡിയോയും തെളിവുകളും ഒക്കെ അറ്റാച്ച് ചെയ്തോളൂ. ഞാൻ നോക്കിക്കോളാം. ഞാൻ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഉറക്കം 1 മണിക്കൂറാണ്. അപ്പോൾ ഈ 1 മണിക്കൂറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കസറിലിരുന്ന് ഉറങ്ങാം. ഓക്കെ, ഇതാണ് എൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് മറ്റൊന്നും ഒരു വിഷയമല്ല. സമയം ആവശ്യം പോലെ ഉണ്ട്. പിന്നെ നെറ്റ്വർക്ക് എല്ലാവരും ചെയ്താൽ മതി. ഇപ്പം 300 എന്നുള്ളത് 3000 ആക്കാം, 3000 എന്നുള്ളത് 30,000 ആക്കാം, അതൊരു 10 ലക്ഷം വരെ ആക്കാം. ഇനിയും കൂടുതൽ നെറ്റ്വർക്ക് ഫെസിലിറ്റീസും എൻ്റെ ഓഫീസിൽ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ടാകും. അതിന് സാമ്പത്തിക ബാധ്യത ഒരുപാടുണ്ട്. എന്നാൽ അത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഈ ലോകം മുഴുവനും നിയന്ത്രിക്കാം. ഒരു നെറ്റ്വർക്ക് പോലെ, അതായത് ഇൻ്റർനെറ്റ് ഉള്ളിടത്തെല്ലാം തന്നെ ഇൻ്റർനെറ്റിന് സമാന്തരമായി നമുക്ക് ഈ നോളജ്, ഈ പറയുന്ന ന്യൂറോൺ ട്രാൻസ്മിഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അങ്ങനെ ലോകത്തെ രക്ഷിക്കാനും കഴിയും. ഹാവ് എ നൈസ് ഡേ.